ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ആയില്ലേ നമുക്ക്. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ നോമ്പല്ലേ. അപ്പോൾ ഒന്നാമത്തെ നോമ്പിൻ്റെ സ്പെഷ്യലും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് സവാളയും അതുപോലെ ഉരുളങ്കിഴങ്ങും ഒക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയും അതുപോലെ കട്ട്ലേറ്റും പത്തിരിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളങ്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് നമുക്ക് കുക്കറിൽ വിസിലടിച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഉരുളങ്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് വിസിലടിച്ചെടുക്കുക. അതിന് നമുക്ക് ഗ്യാസ് വെച്ചിട്ടുണ്ട്. നമ്മൾ പത്തിരിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവിടെ പത്തിരി വാട്ടി കുഴച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണികളാണ്. എന്താ നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പത്തിരി നല്ല പത്തിരിയാണ് കേട്ടോ. നമ്മൾ അജ്മിയുടെ പത്തിരിപ്പൊടിയോടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പത്തിരിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ കറിക്കുള്ള സവാളയും അതുപോലെ കട്ട്ലേറ്റിക്കുള്ള സവാളയും ഒക്കെ ഇനി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് നല്ല ഇരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ യൂസ് ചെയ്യണ മാതിരി നമ്മൾ ഓയിലൊഴിച്ച് സവാളൊക്കെ ഇട്ട് വഴറ്റി പൊടികളൊക്കെ ഇട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കണം പുളിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ സവാള ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഇട്ടിട്ട് നമ്മൾ അധികം ഉരുളങ്കിഴങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉരുളങ്കിഴങ്ങും അതുപോലെ ചിക്കന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം കുഴച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് പൊരിക്കുന്ന മാതിരി പൊരിച്ചെടുക്കാം കേട്ടോ. എന്താ നമ്മൾ പത്തിരി ഇത്ര അധികം പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾസംഖ്യ കൂടുതലുണ്ടാണ് കേട്ടോ. ഇത്രയധികം പത്തിരിയും. അപ്പോൾ ഇതാ നമ്മൾ പത്തിരി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പണികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് പൊരിക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെ കട്ട്ലേറ്റൊക്കെ പൊരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഉണ്ടാക്കണം. അപ്പോൾ അതിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ മറ്റേ പൾപ്പാണ് ഇട്ട് എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പൾപ്പ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു റീഫ്രഷിങ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ചാലിട്ടിട്ട് കുറച്ച് പൾപ്പ് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മളെ സംഭവം സെറ്റ് ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ കുറച്ച് തണുത്തതും കൂടി കുടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. റീഫ്രഷിങ് ഒക്കെ കിട്ടും. അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ അടുക്കള യുദ്ധഭൂമി മാതിരി കേട്ടോ. കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞെടുക്കുന്നുണ്ട്. ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കുന്നു കേട്ടോ. ഇപ്പോൾ ആൾസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പണിയും കൂടുതലാണ്, പാത്രങ്ങളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറി സെറ്റായി. അതേമാതിരി തന്നെ നമ്മളെ തരിക്കഞ്ഞില്ലേ റവ അതും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പറക്കാൻ വേണ്ടി എല്ലാ വിഭവങ്ങളും നമ്മൾ മേശപ്പുറത്തൊക്കെ നിരത്തി വെച്ചിട്ട് കേട്ടോ. അൽഹംദുലില്ലാ. അപ്പം നമുക്ക് ഒന്നാമത്തെ നോമ്പ് റാഹത്തായി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.